ഓണദിന പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്റ്റൈലിഷ് ലുക്കിൽ മെൻസ് വെയർ കളക്ഷനുമായി ഡൗൺ ടൗൺ ഫാഷൻ സ്റ്റോർ പാറമേൽപ്പടി, ദീപാസ് ആൻഡ് ലൂംസ്, ആലുക്കാസ് ഗ്രൗണ്ടിന് എതിർവശം, ചേലക്കര. പൊന്നോണം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ നിറം ഫാബിനോടൊപ്പം. Let's celebrate this Onam with Nakriti. Nakriti Ethnic Store near Bus Stand, Chelakra. ഗ്ലാസ് പോളിഷ് വർക്ക്, ഗ്ലാസ് കളറിംഗ് വർക്ക് എന്നിവ ചെയ്തു നൽകുന്നു. മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഫോൺ 9745663572. ഈ ഓണം ഷിഹാസ് കളക്ഷനോടൊപ്പം ആഘോഷിക്കൂ. ഷിഹാസ് കളക്ഷൻസ്, ചേലക്കര. വേദമിത്ര വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്. ശുദ്ധമായ വെജിറ്റേറിയൻ സംസ്കാരം ചേലക്കരയ്ക്ക് സമ്മാനിച്ച ഞങ്ങളെ നെഞ്ചിലേറ്റിയ ഏവർക്കും നന്ദി. ക്രിസ്റ്റൽ ദ റിയൽ മെൻ ഷോപ്പ്, A+ അക്കാദമിക്ക് സമീപം, ചേലക്കര. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. ലക്ഷ്യം ജോലിയാണോ? എങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ജിടെക്കിൽ തന്നെയുള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ? വേഗം തിരുവില്ലാമല ജിടെക്കിൽ ചെയ്തല്ലേ. വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. The Royal Beauty Ladies Beauty Parlor and Spa, the complete beauty solution. Opposite Multi Stores near Alukas Ground, Chelakara. പാമ്പാടി സ്പോർട്സ് അരീന, തിരുവില്ലാമല, പാമ്പാടി. For booking, call now. ഞാൻ ഇന്നുള്ളത് ഒരു ഓണം ചിറ്റാറ്റുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ നമുക്ക് കാണാം. ഇന്ന് നമ്മുടെ ഗസ്റ്റ് സൗഭാഗ്യ വെങ്കിടേഷ്, അർജുൻ സോമശേഖർ ആൻഡ് അവർ ലിറ്റിൽ സുധാപ്പു. താങ്ക് യു. എങ്ങനെ പോകുന്നു ലൈഫ്? അടിപൊളിയായിട്ട് പോകുന്നു. അടിപൊളി. അപ്പൊ ഡാൻസർ എന്നുപരി ഇപ്പൊ ഒരു വ്ളോഗർ ആണ്. അപ്പൊ വ്ളോഗിംഗ് ലൈഫിൽ എങ്ങനെ പോകുന്നു? വ്ളോഗിംഗ് ലൈഫ് ആണ് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ. പിന്നെ സ്റ്റുഡന്റ് ആയിട്ട് വന്നു, പിന്നെ സൗഭാഗ്യയുടെ ലവറായി, കല്യാണം കഴിച്ചു. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു സ്റ്റാർട്ടിങ്? എങ്ങനെയായിരുന്നു തുടക്കം? പ്രണയം തുടക്കം ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര കോമൺ ഇൻട്രസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചും കൂടെ പ്രാക്ടിക്കാലിറ്റിയിൽ നോക്കുന്നതാണ്. ഒരു ഇഷ്ടം എന്നുള്ള സംഭവത്തിന് കുറെ കാറ്റഗറി ഉള്ളതിൽ ഒന്ന് കുറച്ചും കൂടെ പ്രാക്ടിക്കാലിറ്റി. ഞാൻ സൗഭാഗ്യം കുറെ കൂടെ ഭയങ്കര ആപ്റ്റാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ തോന്നിയത്. അപ്പം എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൂടാ എന്ന് തോന്നി. നമ്മളെ ശരിക്കും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം അങ്ങോട്ട്. ഇപ്പം ഒരു ഫ്രണ്ടിനെ ചിലപ്പം ഫാമിലി ഉള്ളവരെക്കാളും കൂടുതൽ അറിയാൻ പറ്റും എന്നുള്ളത്, ചില കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അപ്പം ഇന്നത് ചില ടീച്ചർ ഇത് സൗഭാഗ്യം ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്ക് അതല്ല, സൗഭാഗ്യം ഇതായിരിക്കും ഇഷ്ടം. ഞാൻ വന്ന് ചോദിക്കുമ്പോൾ സൗഭാഗ്യം എനിക്ക് മറ്റേതായിരുന്നു ഇഷ്ടം എന്ന് പറയുമ്പോൾ എനിക്ക് അത് ശരിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യത്തിലൊന്നും അല്ല, അതൊക്കെ ഡെഫിനറ്റ് ആയിട്ട് ടീച്ചറിന് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഒരു ഡാൻസ് കോറിയോഗ്രഫിയും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്ത് ഇന്ന ഇത് സ്റ്റേ ചെയ്യുന്ന സംഭവം അല്ലെങ്കിൽ എടുക്കുന്ന വണ്ടി, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടാണ് നമ്മളിങ്ങനെ എന്താ പിന്നെ ആദ്യം ആരാണ് പ്രപ്പോസ് ചെയ്തത്? അങ്ങനെ പ്രപ്പോസ് ഒന്നും ചെയ്തില്ല. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു കൺക്ലൂഷനിലെത്തി. അമ്മയ്ക്ക് ഭയങ്കര പരാതിയായിരുന്നില്ല, അമ്മയോട് ആദ്യം പറഞ്ഞില്ല. അമ്മയോട് ആദ്യം പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് ടീച്ചറോട് പറയണമെന്ന് പറഞ്ഞു. എന്നെ ഇങ്ങനെ പുറകെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് ടീച്ചറിനടുത്ത് പറയണം. ഞാൻ ഒരു കാര്യം കല്യാണം എന്ന വ്യക്തി പറയാനുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാം. ഇപ്പൊ ഞാൻ വിചാരിച്ചത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഈസി ആക്സസ് ആണ് വീട്ടില്. ഞാൻ പോയിട്ട് ടീച്ചർ സൗഭാഗ്യം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിലൊരു അത് പിന്നെ എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ ടീച്ചർ തോന്നുന്നു ടീച്ചർ ഇത്രയും ഫ്രീഡം തന്നുകൊണ്ടാണ് നമ്മളത് മിസ്യൂസ് ചെയ്ത് തോന്നിയാലോ അത് പേടിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ സൗഭാഗ്യ ഒരു രീതി കാണുമല്ലോ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ സൗഭാഗ്യ ടീച്ചറിന്റെ അടുത്ത് പറ, ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ സൗഭാഗ്യം വെച്ചാൽ അതല്ല റൈറ്റ് ടൈം, കുറച്ചുകൂടെ പോട്ടെ എന്ന് വെച്ചു. അപ്പോഴത്തേക്ക് പിന്നെ ആൾക്കാരങ്ങ് ഏറ്റെടുത്തു.
അതിന് മുമ്പേ തന്നെ നമ്മളെ പറ്റി അങ്ങനെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമേ ഇല്ല. നമുക്ക് അറിയുന്നതിന് മുന്നേ നമ്മളെ പറ്റി അങ്ങനെ അപ്പൊ പറയാം. നമ്മൾ ഇഷ്ടം പറഞ്ഞപ്പോഴല്ലേ നമ്മൾ അന്നേ വിചാരിച്ചെന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരന്നേ വിചാരിച്ചു, പക്ഷെ നമുക്കന്ന് വിചാരമില്ല. കുറച്ച് ലേറ്റ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ അത് എനിക്കാണ് വേറെ പെൺകൊച്ചിനെ കിട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അതല്ല ആൾക്ക് പറഞ്ഞൂടെ. എല്ലാവരും വിചാരിച്ചോണ്ടെന്ന് നമുക്ക് നേരത്തെ ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നു. ആദ്യം അമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു കേട്ടോ? അതുപോലെ അമ്മക്ക് പറയാത്തതിന്റെ ഒരു വിഷമം അമ്മക്ക് ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ചോദിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. അന്ന് ജെന്യുവൻലി ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ആ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചോദിച്ചിരുന്നില്ല, അപ്പൊ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞില്ല. അന്ന് ശരിക്കും ഇല്ലായിരുന്നു. അന്ന് നമ്മൾ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. കുറെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങനെ തോന്നിയത്, നല്ല ഫ്രണ്ട്സ് ആണല്ലോ ഒരുമിച്ച് ജീവിക്കേണ്ടത്. കല്യാണം കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നല്ല ഫ്രണ്ട്സ് ഒരുമിച്ച് ജീവിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ലേറ്റ് ആയിട്ടാണ് അത് തോന്നിയത്. നമുക്ക് ഇഷ്ടം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ ആരെ കാര്യം പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു വേറൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ സ്വാഭാവികം ചേട്ടന് ഇതേ ഇഷ്ടം, ചേട്ടന് അത് ചെയ്യാവുന്നില്ല, ചുമ്മാ ഒരു അപ്പോഴത്തെ ഫാൻസിയാണ്, അത് അധികം കാലം ഓടില്ല. അതേപോലെ സൗഭാഗ്യ ഒരാളുടെ കാര്യം പറയുമ്പോഴും എനിക്ക് ഇതേപോലെ ട്രിവാൻഡ്രത്ത് എനിക്ക് അറിയാത്തത് എന്നൊക്കെ ഞാൻ പറയരുത്. അങ്ങനെ തോന്നി നമുക്ക് വേറെ ആളുടെ കാര്യത്തിൽ ഇഷ്ടം ഉണ്ടായിരുന്നു. വേറൊരു പെൺകുച്ചി വേറെ ആളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമുക്കെന്ത് അമ്മോ ഇങ്ങനെയല്ലേ കാണിക്കും. ഇപ്പൊ ഇതെന്താ അങ്ങനെ തോന്നാനെന്ന് ചിന്തിച്ചപ്പോ ഒരു ഇഷ്ടമുണ്ടെന്ന് തോന്നി. അതൊക്കെയാണ് സംഭവം. കുഞ്ഞുനാളിലെ അമ്മ ഡാൻസറാണ്. അപ്പോൾ അമ്മ ഷൂട്ടൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അപ്പം മിസ്സായിപ്പോയ കുറച്ച് സമയം ഓണം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതിൽ അമ്മയ്ക്കും ഭയങ്കര സങ്കടമുണ്ട്. നമുക്ക് എന്തൊരു ഇതുപോലെ ഒക്കേഷൻസ് വന്നാലും ചിലപ്പോൾ ഷൂട്ട് കാണും, അമ്മ ബിസി ആയിരിക്കും. പക്ഷെ പിന്നീട് അമ്മ അത് വന്ന് കോമ്പൻസേറ്റ് ചെയ്യും, പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി അങ്ങനെ മെനക്കെട്ട ടൈം കണ്ടുപിടിക്കും. മകളുടെ കാര്യത്തിൽ ആ ഒരു ടൈം കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ? മകളുടെ കാര്യത്തില് എന്റെ മോളുടെ കാര്യത്തിൽ അമ്മ എന്നെക്കാട്ടിൽ കുറച്ചും കൂടെ അധികം അമ്മ ടൈം വരാറുണ്ട്. സൗഭാഗ്യ ഞാൻ ഒരു ഫുൾ ടൈം അവൈലബിൾ മദർ തന്നെയാണ്. ആണല്ലേ? ബിസി അല്ല. കാരണം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ക്ലാസ്സസ് ആണെങ്കിൽ വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ എനിക്ക് ക്ലാസ്. പിന്നെ വ്ളോഗിങ് ഒന്നും എനിക്ക് മോളുടെ അടുത്ത് നിന്ന് എന്റെ ടൈം എടുക്കുന്നില്ല അങ്ങനെ അധികം. വല്ലപ്പോഴുമേ പുറത്തോട്ടൊക്കെ പോയി ഷൂട്ട് വരുന്നുള്ളൂ. അപ്പം എന്തായാലും ഞാൻ കൂടുതൽ സമയം മോളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു, നാളെ എൻ്റെ ഒരു ലൈഫിൻ്റെ സമയത്ത് എനിക്ക് മോളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അല്ലാതെ അതിനെക്കാട്ടിലും വർക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ജീവിക്കരുതെന്നുള്ളായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ അമ്മ കുറെ കഷ്ടപ്പെട്ടതൊക്കെ. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇപ്പൊ സക്സസ്ഫുൾ ആണ്. നല്ല ഹസ്ബൻഡ് നോക്കിക്കോളും. എനിക്ക് ഞാൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മോളെ പിരിഞ്ഞ് കരഞ്ഞ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത അച്ഛനാണ് നാളാരെയും പറഞ്ഞാൽ ആൾക്കാർക്ക് അതാണ് വേണ്ട. നമ്മൾ മോളുടെ കൂടെ ഇരുന്ന് ഭാര്യയുടെ കൂടെ ഇരുന്നൊന്നും അവർ നോക്കാറില്ല. നമ്മളങ്ങ് ജോലിക്ക് വിടും ദൂരെ. അതാണ്. അല്ലാതെ നമ്മളിപ്പം ഫാമിലി പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു ക്രിറ്റിസിസമാണ്. ആ ഒരു കണ്ടീഷനിങ് ഉണ്ടല്ലോ, ആണുങ്ങൾ വർക്കാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, അല്ലാതെ ഭാര്യ മോൾ അതൊന്നും പ്രയോറിറ്റൈസ് ചെയ്യാൻ പാടില്ല. പക്ഷെ പെണ്ണുങ്ങളാണെങ്കിലും ഫാമിലി പ്രയോറിറ്റൈസ് ചെയ്യണം, വർക്ക്. അതൊക്കെ നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാരുടെയൊക്കെ ചിന്താഗതിയിൽ അത് കുറേ ഉണ്ട്. അതിൻ്റെ ഒരു ഇതാണ് ചേട്ടൻ ഒരു സമയത്ത് നമ്മളൊരു വർക്കിൽ നിന്നൊരു ബ്രേക്ക് എടുത്തപ്പോഴും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. അതായത് വർക്കായിരുന്നു ചൂസ് ചെയ്യേണ്ടിയിരുന്നത്, ഫാമിലി അല്ല, അങ്ങനെയുള്ള സംഭവം. പിന്നെ അൾട്ടിമേറ്റ്ലി അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അവരവരുടെ ദൈവം തന്നിട്ടുള്ള ഓരോ റിസോഴ്സസ് ഒക്കെ വെച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. വ്ളോഗിങ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ഈ ഒരു ടൈമിൽ? അതാണ്. അല്ലാതെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വ്ളോഗിങ്ങിൽ ഉണ്ടാവാറില്ല. ഇല്ല. നെഗറ്റീവ് കമന്റ്സിന് വരുമ്പോ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നെഗറ്റീവ് കമന്റ്സ് എന്താണെന്ന് നമ്മുടെ വീഡിയോ എടുത്ത് വേറെ ചാനലിൽ വേറെ പേജസിൽ വരുമ്പോഴാണ് അവിടെയാണ് വരുന്നത്. ഒബ്വിയസ്ലി എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നത് എന്നെ ഇഷ്ടമുള്ളവരാണല്ലോ. അതെ. അപ്പം എന്റെ ചാനലിൽ എന്റെ വീഡിയോയിൽ വന്ന് അങ്ങനെ മോശം കമന്റ്സ് ഇതുവരെ ഇടാറില്ല എന്റെ ചാനലിൽ. ഇത് പുറത്ത് ഒരു വൈഡർ ഓഡിയൻസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിലെല്ലാവർക്കും എന്നെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കില്ലല്ലോ കാണുന്നത്. അവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. അപ്പം അങ്ങനെയുള്ള പേജിലെ കമന്റ്സ് ഞാൻ പോയി വായിക്കാറില്ല. പിന്നെ ഞാൻ വായിക്കാതിരിക്കുമ്പോൾ മെനക്കെട്ട് എനിക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിരുന്ന കുറേ ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഓ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, നമ്മൾ അറിയണ്ട എന്ന് വെച്ചാലും നമ്മൾ കുറേ അറിഞ്ഞില്ലേ നിങ്ങളെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങളുടെ വീഡിയോ കാണാനേക്കാളും കൂടി നിങ്ങളെ കമന്റ്സ് വായിക്കണതാണ് നമുക്ക് ഇഷ്ടം. അവര് ചിരിക്കും. അപ്പം ഞാനും ചിരിക്കും. ഞാൻ എന്ത് ചെയ്താണ് മനസ്സിൽ വിളിക്കുന്നത് അവർ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്.
ഇപ്പൊ ഈ ചില ഈ പല ന്യൂസ് ഉണ്ട്, വീഡിയോ കാണണ്ട, നമ്മളെ കുറിച്ച് അറിയണ്ട, നമ്മളെ കുറിച്ച് ആൾക്കാർ തെറ്റായിട്ടുള്ള കമന്റുകൾ വായിക്കാൻ ഇഷ്ടം. അത്ര സ്നേഹമാണോ നമ്മൾ? നമ്മുടെ കൂടെ നമ്മുടെ ലൈഫ് അറിയാവുന്ന ആൾക്കാരായിരിക്കും, എങ്കിലും ചില റോങ് ന്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും ആ ന്യൂസിൽ അങ്ങനെ കണ്ടു കേട്ടോ, എന്തൊരു കോമഡിയാണോ എന്തോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് അങ്ങനെ എൻജോയ് ചെയ്ത് അവരാണ് നമ്മൾ അറിയിക്കുന്നത്. ഇങ്ങനെ കുറച്ച് കാലം ഞങ്ങളായിട്ടിരുന്ന് വേറെ പേജസിലൊക്കെ കമന്റ്സ് നോക്കി ഇതുവരെ റിയാക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല ഒരു കമന്റിന്. റിയാക്ട് ചെയ്യേണ്ട പോലെയൊക്കെ കമന്റ്സ് ഒക്കെ വരും, പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുമല്ലോ, വേണ്ട വിട്ടേക്കാം, ഇഗ്നോർ ചെയ്തേക്കാം. ഒരു 100 കമന്റ് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 5 കമന്റ് നമ്മൾ എന്തിനാ അത്രയും സമയം കൊടുക്കണം? അങ്ങനെയാണെങ്കിൽ നല്ല കമന്റ് ഇട്ട 100 പേർക്ക് നമ്മൾ സമയം അവരെയൊക്കെ വിളിച്ച് റിയാക്ട് ചെയ്യണ്ടേ? നിങ്ങൾ നന്നായി, നിങ്ങൾ കമന്റ് നിങ്ങൾ കാണാറുണ്ടല്ലേ, അങ്ങനെ പറയണ്ടേ? നമ്മളെ ചെയ്യാതെ ഒരാൾ നീ ബോഡി ഉടനെ ചെന്ന് നീ എന്നെ ബോഡി എന്ന് വിളിക്കൂടാന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കറക്റ്റാണ്. നമുക്കിങ്ങനെ എനിക്ക് ശരിക്കും ദേഷ്യമൊക്കെ വരുമല്ലോ. ഞാൻ ഇതൊക്കെ പുതിയതായിരുന്നല്ലോ. ഇപ്പൊ സ്വാഭാവികം അന്ന് എൻ്റെ ഇങ്ങനെ പറയുന്നത് അന്ന് മൈൻഡ് ചെയ്യേണ്ട, ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവം, ഇതിങ്ങനെ എടുക്കണം. പിന്നെ ഞാൻ ഒരു മടിയനായിട്ട് ഞാൻ കമന്റ് ഒന്നും വായിക്കാറില്ല. വെൽക്കം ടു നാകൃതി എത്നിക് സ്റ്റോർ. ഈ ഓണാഘോഷത്തിന് ഞങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. നാകൃതിയുടെ ട്രഡീഷണൽ കളക്ഷനോടൊപ്പം ഓണം കളറാക്കാം. ഈ ഓണം പൊന്നോണമാക്കാൻ അപ്പൊ ഇങ്ങനെ ഷോപ്പിംഗ് തുടങ്ങല്ലേ? ഓൺലൈൻ ഷോപ്പിംഗിനായി ഞങ്ങളുടെ താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക. ലെറ്റ്സ് സെലിബ്രേറ്റ് ദിസ് ഓണം വിത്ത് നാകൃതി. നാകൃതി എത്നിക് സ്റ്റോർ നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ബോട്ട്, വാട്ടർ റോളർ, ബൗൺസിംഗ് ബോൾ, ബങ്കി ജംപ്, സ്വിമ്മിംഗ് പൂൾ എന്നിങ്ങനെ നിരവധി എന്റർടൈൻമെന്റ് പാർക്കുമായി തിരുവല്ലാമലയിലെ ആനമല ഹോം സ്റ്റേ ഏവരെയും വരവേൽക്കുന്നു. കൂടാതെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനവും നൽകുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. ഫോൺ 8069247571. പൊന്നോണം കളറാക്കണ്ടേ? പോക്കറ്റ് കാലിയാകാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം? എങ്കിൽ ചേലക്കരയിലെ നിറം ഫാബിലേക്ക് സ്വാഗതം. കോട്ടൺ സാരികൾ മുതൽ കാഞ്ചീപുരം വരെ. ഓണത്തിന് മലയാളി മംഗമാരായി അണിഞ്ഞൊരുങ്ങാൻ ട്രഡീഷണൽ കളക്ഷൻസ്. റെഡിമെയ്ഡ് ടോപ്പുകളുടെയും ചുരിദാർ സെറ്റുകളുടെയും വിപുലമായ ശേഖരം. കൂടാതെ ചുരിദാർ മെറ്റീരിയലുകളുടെയും വർണ്ണവിസ്മയ ലോകം. വെറൈറ്റി കളക്ഷനുകളുമായി കിഡ്സ് സെക്ഷൻ. കൂടാതെ ജെൻസിന് ആവശ്യമായ നിരവധി കളക്ഷൻ. പൊന്നോണം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ നിറം ഫാബിനോടൊപ്പം. ഏവർക്കും നിറം ഫാബിന്റെ ഓണാശംസകൾ. കേരളത്തിലെ വലിയ ടർഫുകളിലൊന്നായ പാമ്പാടി സ്പോർട്സ് അരീന തൃശൂർ ജില്ലയിലെ തിരുവില്ലാമല പാമ്പാടിയിൽ ആരംഭിച്ചിരിക്കുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ് ടർഫുകൾക്ക് പുറമെ ഇൻഡോർ ബാഡ്മിന്റൺ, ക്രിക്കറ്റ് നെറ്റ്, സ്നൂക്കർ ബോർഡ്, എയർ ഹോക്കി, ടേബിൾ ടെന്നീസ്, ട്രംപോലിൻസ് തുടങ്ങി എല്ലാ ഗെയിംസും ആധുനിക സൗകര്യങ്ങളോടുകൂടി മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫ്രീ ജോഗിങ്ങിനായി ഒരു വാക്കിംഗ് ട്രാക്കും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മാരേജ്, ഗെറ്റ് ടുഗദർ തുടങ്ങിയ അവസരങ്ങൾക്കായി ഇൻഡോർ ഔട്ട്ഡോർ സ്പേസും പ്രൊവൈഡ് ചെയ്യുന്നു. ലേഡീസിനും ജെന്റ്സിനുമുള്ള ജിമ്മും കഫേയും ഉടൻ ആരംഭിക്കുന്നു. പാമ്പാടി സ്പോർട്സ് അരീന, തിരുവില്ലാമല, പാമ്പാടി. ഫോർ ബുക്കിംഗ് കോൾ നൗ. അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ടൈമും ഇപ്പോഴത്തെ ടൈമും തമ്മിൽ ആ ഒരു ചേഞ്ച് അച്ഛൻ എന്ന് പറഞ്ഞ ആ ഒരു ഫിഗർ നമ്മളെ കൂടെ ഇല്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, അത് തന്നെയാണ്. പക്ഷെ ആ ഒരു സ്പേസ് വേറെ ആൾക്ക് ഉറപ്പായിട്ടും ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ അർജുൻ ചേട്ടൻ ആ സ്പേസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ സിമിലർ ആണ്. ഒത്തിരി ഇവരുടെ സംസാരമാണെങ്കിലും തമാശ പറയുന്നതൊക്കെ ഒത്തിരി സിമിലർ ആണ്. അപ്പം നമ്മൾക്ക് ആ ഒരു മിസ്സിങ് കുറവായിരിക്കും. പക്ഷെ ആളെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത് ഒരു വിഷമം തന്നെയാണ്.
മോഹൻലാലിന്റെ വീടിന്റെ പുറകിലാണ് താമസം. അതെ. അപ്പൊ കുഞ്ഞുനാളില് മോഹൻലാലിനെ കണ്ട എന്തെങ്കിലും ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല. ആ, സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ക്ലോസ് ക്വാർട്ടേഴ്സിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ സൗഭാഗ്യയുടെ ഫാമിലിയെ കുറിച്ച് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അർജുന്റെ ഫാമിലി വീട്ടില് എന്താണ് ഫാമിലി വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പൊ ഉള്ളത് ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെയാണ് ബ്രദറും 2 മക്കളുമാണ് ഉള്ളത്. പെറ്റ്സ്, ഒത്തിരി പെറ്റ്സ് ഉണ്ട്. പെറ്റ്സ് ഉണ്ട്. അപ്പൊ എങ്ങനെ ഈ ഇത്ര ഷൂട്ടിന്റെ ഇടയിലും ഒക്കെ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു പെറ്റ്സിനെ നോക്കാനായിട്ട്? പെറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കീപ്പ് ചെയ്യാൻ. അപ്പം പറ്റാറില്ലായിരുന്നു. ഞങ്ങളുടെ വീട് 5 സെന്റ്സിനാണുള്ള കുഞ്ഞു വീടാണ്. അപ്പം പിന്നെ 2 പേരും ഗവൺമെന്റ് എംപ്ലോയീസ്, അവർക്ക് ടൈം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാടായിരുന്നു. പെറ്റ്സ് ഉണ്ട്, എന്നാലും ഒരു ഡോഗ് ഉണ്ടായിരുന്നു. എന്റെ 9th സ്റ്റാൻഡേർഡ് തൊട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് സാധനങ്ങൾ വളർത്താൻ. നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഒരു സൗഭാഗ്യം ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിനെ വളർത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വാങ്ങിക്കുന്നു. ആർക്കാണ്, സൗഭാഗ്യക്കാണോ അർജുനാണോ ഏറ്റവും കൂടുതൽ പെറ്റ്സിനോട് താല്പര്യം? ഞാനൊരു ഡോഗ് ലവർ മാത്രമാണ്. ആണല്ലേ? നോക്കിയാ പെറ്റ് ലവർ അർജുൻ ചേട്ടൻ തന്നെ. എല്ലാം ഇഷ്ടമാണ്, എല്ലാ ആനിമൽസിനെയും പെറ്റ്സ് ആയിട്ട് വളർത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പട്ടിക്കുട്ടിയെ മാത്രം വളർത്തണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. കുട്ടിക്കാലത്തുള്ള ഒരു ഓണം ഓർമ്മകളെ പറ്റി? എനിക്ക് കുട്ടിക്കാലത്ത് അങ്ങനെ ഭയങ്കര ഓണം മെമ്മറീസ് ഒന്നുമില്ല. ഞങ്ങൾ കൂടുതൽ ദീപാവലിയാണ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്റെ വീട്ടില്. ഓണം ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഓണത്തിന് അമ്മ ഓണക്കോടിയൊക്കെ എടുത്തു തരും, അങ്ങനെയൊക്കെ ഭയങ്കര, അല്ലാതെ ഓണം സെലിബ്രേഷൻ ആയിട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾ ദീപാവലി ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഇവിടെ വന്നതിന് ശേഷമാണ് ഓണം പ്രോപ്പർ രീതിയിൽ അത്തപ്പൂ അങ്ങനെയൊക്കെ ഇടുന്നത്, സദ്യ കഴിക്കുന്നത്, അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓണത്തിന്റെ കാര്യം വരികയാണെങ്കിൽ ഓണത്തിലെ സദ്യയിൽ ഏറ്റവും വിളമ്പുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വിഭവം ഏതാണ്? പരിപ്പും നെയ്യും ചോറും. നെയ്യും ചോറ്. എനിക്ക് മറ്റേ ഒരു മസാല കറി ഉണ്ടത്, വടക്കറി ഇവിടെ പറയുന്നത്. വടയും ഉരുളക്കിഴങ്ങും കൂടെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ്. അപ്പോൾ ഓണമായിട്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്ക്? ഓണമായിട്ട് പറയാനുള്ളത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പറ്റുമെങ്കിൽ ഫാമിലിയോട് തന്നെ ഓണം സ്പെൻഡ് ചെയ്യുക. ഓണം എന്ന് പറയുന്നത് ഹാപ്പിനെസിന്റെ ഒരു ഫെസ്റ്റിവൽ ആണ്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അത് തന്നെ പറയാനുള്ളൂ. ഇത്രയും ക്രൈസിസിനിടയ്ക്കും നമ്മൾ ഫൈനലി നമ്മൾ എപ്പോഴും ഒരുമിച്ചാണല്ലോ. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ ഇത്രയും നല്ലൊരു മെസ്സേജ് നമുക്ക് ഒരു പ്രൂവ് ചെയ്യാനായിട്ട് ഇനി ഇല്ല. എപ്പോഴും ഒരുമിച്ച് നിൽക്കുക, എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാവരും ഒപ്പം ഉണ്ടാവും. നമ്മൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്ത് പോകാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ലക്ഷ്യം ജോലിയാണോ? എങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് 2 പതിറ്റാണ്ടുകളായി സ്ഥിതി ചെയ്യുകയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും തൊഴിൽ നൽകിയും ജനങ്ങളുടെ വിശ്വസ്തത നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന തിരുവല്ലാമലയിലെ ഏക സ്ഥാപനമാണ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. സ്കിൽഡ് പ്രൊഫഷണൽസിനെയാണ് എല്ലാ കമ്പനികൾക്കും ആവശ്യം. ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ, GST ഫയലിംഗ്, SAP, പ്രോഗ്രാമിംഗ് ആൻഡ് കോഡിംഗ്, മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളും കൂടാതെ മാർക്കറ്റിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന Django, Flutter, ഡാറ്റ അനാലിസിസ്, ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർ തുടങ്ങിയ നിരവധി കോഴ്സുകൾ തിരുവിലാമല ജിടെക്കിൽ ലഭ്യമാണ്. ഒരു ജോലി എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ പേടി കൂടാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എത്ര പേർക്ക് സാധിക്കും? ഇതിനുള്ള പരിഹാരം തിരുവല്ലാമല ജിടെക്കിലുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മളിവിടെ നൽകുന്നുണ്ട്. കൂടാതെ ഓരോ ആഴ്ചയിലും എല്ലാ ജിടെക് സ്റ്റുഡൻസിനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ പോലും ജിടെക് അഡ്മിൻ ഓഫീസ് ഒരുക്കിയിട്ടുണ്ട്. ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ജിടെക്കിൽ തന്നെയുള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ? വേഗം തിരുവല്ലാമല ജിടെക്കിൽ ചേരല്ലേ? വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. സ്റ്റൈലിഷ് ലുക്കിൽ മെൻസ് വെയർ കളക്ഷനുമായി ഡൗൺ ടൗൺ ഫാഷൻ സ്റ്റോർ പാറമേൽപ്പടി. പുതുപുത്തൻ തുണിത്തരങ്ങളുമായി ഓണം ഷോപ്പിംഗിന് ഡൗൺ ടൗണിനോടൊപ്പം ബ്രാൻഡഡ് മെൻസ് വെയർ, ഷർട്ട്, ടീ ഷർട്ട്,
കുർത്തകൾ, ജീൻസ്, ധോത്തീസ്, ഷോർട്സ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വസ്ത്രങ്ങളുടെ മായാവിസ്മയ ലോകം. ഇനി ഫാഷൻ ലോകത്തെ ട്രെൻഡിനോടൊപ്പം നിങ്ങൾക്കും അണിഞ്ഞൊരുങ്ങാം. ഡൗൺ ടൗൺ ഫാഷൻ സ്റ്റോർ, പാറമേൽപ്പടി, കൊണ്ടാഴി. ഫോൺ 9249127282 6282304838. കുത്താമ്പള്ളിയുടെ കൈത്തറി കസവ് മുണ്ടുകളാണ് നിങ്ങൾക്ക് ആവശ്യം. ഇനി കുത്താമ്പള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല. കയ്യെത്തും ദൂരത്ത് കൈത്തറി ഗ്രാമമായ കുത്താമ്പള്ളിയിൽ നിന്നും കസവിന്റെ വലിയ ശേഖരവുമായി ദീപാസ് ആൻഡ് ലൂംസ്, ആലുക്കാസ് ഗ്രൗണ്ടിന് എതിർവശം, ചേലക്കര. സെറ്റ് മുണ്ട് 150 രൂപ മുതൽ, ഡബിൾ മുണ്ടുകൾ 250 രൂപ മുതൽ ലഭ്യമാണ്. കല്യാണ ആവശ്യങ്ങൾക്കുള്ള കസവ് സാരികളും സെറ്റ് മുണ്ടുകളും ഡബിൾ മുണ്ടുകളും കോട്ടൺ സാരികളും മിതമായ നിരക്കിൽ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന തുണിത്തരങ്ങളുമായി ദീപാസ് ആൻഡ് ലൂംസ്. യൂണിഫോം സെറ്റ് മുണ്ടുകൾ, ഡബിൾ മുണ്ടുകൾ, സാരികൾ എന്നിവ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡിസൈൻ ചെയ്ത് നൽകുന്നു. കൂടാതെ പൂജയ്ക്കാവശ്യമായ പട്ടുകൾ, മല്ലുമുണ്ടുകൾ എന്നിങ്ങനെ എല്ലാ പൂജാതി വസ്ത്രങ്ങളും ലഭ്യമാണ്. ഇതുകൂടാതെ ലേഡീസ് ഇന്നർ വെയേഴ്സ്, ജീൻസ്, മറ്റു ബ്രാൻഡഡ് കമ്പനി ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. ദീപാസ് ആൻഡ് ലൂംസ്, ആലുക്കാസ് ഗ്രൗണ്ടിന് എതിർവശം, ചേലക്കര. ഫോൺ 8075821110. ഡാൻസിങ്ങിലും ഒക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ തന്നെ ആയിരുന്നോ? അമ്മ ഡാൻസറാണ്. അപ്പോൾ ഞാനായിരുന്നു, പക്ഷെ അന്ന് ഞാൻ ഇല്ലാത്തോണ്ട് ടീച്ചറാണല്ലോ വളർത്തിയത്. ടീച്ചർ ജയിക്കുള്ളൂ. അല്ല, പൊതുവെ ആരാണ് ഏറ്റവും കൂടുതൽ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരുടെയും രണ്ട് രീതിയിലുള്ളതല്ലേ. ഇപ്പൊ അമ്മയാണ് എന്റെ ഉള്ള ടാലന്റ്. അമ്മയെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ഹസ്ബൻഡ് ആണോ? അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ എന്റെ കരിയർ ബിൽഡ് ചെയ്ത് തന്ന ഒരാളാണ്, ഒരാൾ എന്റെ കരിയർ ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ രണ്ട് ഡിഫറെന്റ് ആസ്പെക്ട് ആയതുകൊണ്ട് എനിക്കത് കമ്പാരിസൺ ഇല്ല. നാളെ ഇപ്പൊ മോളൊക്കെ വളർന്നു വലുതാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ല ആരാണ് കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത്. ഇത് രണ്ട് ഡിഫറെന്റ് ഇതായി. പാട്ട് പാടോ? പാടുവോ? പാടും, ഒരു ചെറിയ പാട്ട് പാടാവോ? ചിന്ന ചുന്ദരി വാവാ പാടാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ചിന്ന ചുന്ദരി വാവയ്ക്ക് ഇന്ന് പാട്. എന്റെ അടുത്ത് പാടിക്കോളാം. പാട്. നമ്മുടെ ബ്ലോഗിലൊക്കെ പാടും കേട്ടോ. ആൾക്കാർ വിചാരിക്കുന്നത് ഏത് കുട്ടിയായിരിക്കുന്നത്. അതാണ് സാധാരണ ബ്ലോഗ് എടുക്കുമ്പോ ഇത്രയും പേരില്ലല്ലോ, ഇത്രയും പേര് നിൽക്കുന്നുണ്ട്. പാടൂല? പാടുവോ? അമ്മ ഒരു പാട്ട് പാട്ടെ അല്ലേ? പാടുവോ? അമ്മയുടെ വേറെ പാട്ട്. ഞാൻ പാടണോ? രണ്ടുപേര് ഈ പാട്ട് തന്നെ പാടട്ടെ. പഠിക്കും. ചിന്ന ചുന്ദരി വാവയ്ക്ക് ഇന്ന് കണ്ണനു മുന്നിൽ ചോറൂണ്. ചിന്ന ചുന്ദരി വാവയ്ക്ക് ഇന്ന് കണ്ണനു മുന്നിൽ ചോറൂണ്. പുത്തരിച്ചോറും പരിപ്പും പപ്പടവും നന്ദനു നേദിച്ച നല്ല കറികളും ഉണ്ടു വളരണം ഉയരത്തിലെത്തണം തിങ്കൾ പൈതലൻ തങ്കക്കൂടം. മതിയോ? അടിപൊളി, താങ്ക് യു. ഈ ഡബ് സ്മാഷിലൂടെയാണ് ആദ്യം വൈറലായ വീഡിയോ. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ചിരുന്നു ഇത്ര ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ളൊരു കാര്യം? ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഫസ്റ്റ് വീഡിയോ വൈറലായി. അപ്പം ഞാൻ വെച്ചാൽ അത് എന്തോ ഒരു കോയിൻസിഡൻസ് ആയിരിക്കും. സെക്കൻഡ് വീഡിയോ ഇട്ടപ്പോഴും അത് അതേ തന്നെ റീച്ച് ഉണ്ടായിരുന്നു. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ റീച്ച് അങ്ങനെ നിന്നപ്പോഴാണ് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് ഇടുകയും അങ്ങനെ ഫോളോവേഴ്സൊക്കെ കൂടുകയും അങ്ങനെ ബിൽഡ് ചെയ്തൊരു സോഷ്യൽ മീഡിയ ഫാമിലി. എങ്ങനെ ഇത്രയും ഡയലോഗ് കാണാതെ പഠിക്കുന്ന? അന്ന് ആ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ, നമ്മൾ ആ പഠിത്തത്തിന്റെ ആ ഒരു ഫ്ലോ നിൽക്കുന്ന സമയമല്ലേ. അപ്പം പഠിക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് പറ്റില്ല, ടച്ച് വിട്ടുപോയി പഠിക്കുന്നതായിട്ട്. മുത്തശ്ശി പോയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു ഓണമാണ്. അപ്പൊ ആ ഒരു ഓർമ്മയെ പറ്റി. ഓണക്കോടിയാണ് മിസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലി ഫസ്റ്റ് തന്നെ ഓണക്കോടി തരുന്നത് അമ്മൂമ്മയാണ്.
അപ്പം അമ്മൂമ്മ പോകുന്നതിന് മുന്നേ ഇതുപോലെ ഓണം ആ ടൈമിൽ അമ്മൂമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഓണത്തിനൊരു 2-3 months മുന്നേ അമ്മൂമ്മ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഓണക്കോടി ഇങ്ങനെ ഒരു ബാഗ് നിറയെ തന്നിരുന്നു, മോൾക്കും എനിക്കും ചേട്ടനല്ല. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഓണത്തിന് ഇനിയും 3 മാസമൊക്കെ കിടക്കുകയല്ലേ, ഇപ്പോഴേ ഓണക്കോടി തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അമ്മ പറഞ്ഞു ആ സമയത്ത് അമ്മൂമ്മ ഉണ്ടായില്ലെങ്കിലോ എന്ന്. ചിലപ്പോൾ അമ്മൂമ്മയ്ക്ക് എൻ്റെ ഉള്ളിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. കറക്റ്റ് ഓണത്തിന്റെ പീരീഡൊക്കെ അമ്മൂമ്മ കുറച്ച് അധികം വയ്യാതെ ഹോസ്പിറ്റലൊക്കെ കിടക്കുമായിരുന്നു. അപ്പൊ അതിന് മുന്നേ നേരത്തെ ഓണക്കോടിയൊക്കെ തന്നിട്ടാണ് പോയത്. അപ്പൊ ഇപ്പൊ എനിക്ക് അമ്മൂമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ദിവസമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നേരത്തെ വിളിച്ച ഓണക്കോടിയൊക്കെ തന്നതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അമ്മൂമ്മയ്ക്ക് അവസാന കാലഘട്ടത്തിലൊക്കെ കൂടുതലും ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെയാണ്. അതെ 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 ഹാലൂസിനേഷൻസ് ഒക്കെ അതെ അതെ കുറെ ഹാലൂസിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്ന് പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അതിന്റെ റെമ്യൂണറേഷൻ, മറ്റേത് ഏത് സ്ഥലം, അതിന്റെ ആംബിയൻസ് അങ്ങനെ ഒന്നും നോക്കി വരയ്ക്കുന്ന ഒരാളല്ല. എന്ത് വർക്കാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അമ്മൂമ്മയുടെ അടുത്താണെങ്കിൽ ഇപ്പൊ പോണ മക്കളെ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യണത് അങ്ങനെയാണെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് വിടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അമ്മൂമ്മ എപ്പോഴും. ചേട്ടന്റെ ചക്കപ്പഴത്തിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെ? എനിക്ക് തോന്നുന്നു എന്നെ സ്വാഭാവിക കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് ഒരു ഇന്റർവ്യൂ വന്നായിരുന്നു 2-3 ചാനൽസിൽ. അപ്പം അത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, അങ്ങനെ ഡാൻസ് ചെയ്യുമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ എനിക്ക് ഓർമ്മയായിരുന്നു അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ഡാൻസ് തന്നെയാണ് ഇപ്പോഴും പാഷൻ. ഡാൻസ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്, അതുപോലെ ബൈക്സ് ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് അങ്ങനെ ഈക്വൽ ആണ്. അല്ലാതെ ഇന്നതിനോട് ഒരു ഭയങ്കരമായ ഇത് അങ്ങനെയല്ല. എനിക്കിങ്ങനെ ചേട്ടന്റെ ഡാൻസിനോടുള്ള പാഷൻ സ്വന്തമായിട്ട് ഡാൻസ് കളിക്കുന്നതിലല്ല. പക്ഷെ ഇപ്പൊ എന്നെ ആണെങ്കിലും മോളാണെങ്കിലും നമ്മുടെ മൂത്ത മോളെ ആണെങ്കിലും ഒക്കെ ഡാൻസ് ചെയ്യിപ്പിക്കാനും ഓരോ സ്റ്റേജ് പെർഫോമൻസ് അതിന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനും ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം. അപ്പൊ അതിനുള്ള ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റിലൂടെയാണ് ആളുടെ ഡാൻസിന്റെ പാഷൻ ഇപ്പം പുറത്തു വരുന്നത്. എനിക്ക് തോന്നുന്നു കോളേജ് പീരീഡിലൊക്കെ ഇഷ്ടം പോലെ പെർഫോം ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ബ്രേക്ക് വന്നു. ഇപ്പം ആ ഒരു ഡാൻസിന്റെ പാഷൻ പുറത്തേക്ക് വരുന്നത് കുറച്ചും കൂടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നാണ്. ഓണം ദിന പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഓണം വന്നെത്തി, ഓഫറും വന്നെത്തി. ഈ ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ വസ്ത്രങ്ങളുമായി ഷിഹാസ് കളക്ഷൻസ്. മറ്റെങ്ങും നൽകാനാവാത്ത വിലക്കുറവിൽ നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഓണം ഷിഹാസ് കളക്ഷനോടൊപ്പം ആഘോഷിക്കൂ. ഷിഹാസ് കളക്ഷൻസ്, ചേലക്കര. ഫോൺ 8086766923. വേദമിത്ര വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്. ശുദ്ധമായ വെജിറ്റേറിയൻ സംസ്കാരം ചേലക്കരയ്ക്ക് സമ്മാനിച്ച ഞങ്ങളെ നെഞ്ചിലേറ്റിയ ഏവർക്കും നന്ദി. സൌത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾ, രുചിയൂറും സ്നാക്കുകൾ, ജ്യൂസ്, ഷേക്ക്, ഐസ്ക്രീം മുതലായവ ലഭിക്കുന്ന ചേലക്കരയിലെ ഫാമിലി ഫ്രണ്ട്ലി റെസ്റ്റോറന്റ്. കാർ പാർക്കിംഗ് സൌകര്യവും ഹോം ഡെലിവറി സൌകര്യവുമുണ്ട്. സദ്യകൾ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു. ഫോൺ 9562491703 9747798649. ക്രിസ്റ്റൽ ദി റിയൽ മെൻ ഷോപ്പ്, ചേലക്കര. സ്റ്റൈലിഷ് വസ്ത്രങ്ങളുടെ വിസ്മയമൊരുക്കി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ക്രിസ്റ്റൽ ദി റിയൽ മെൻ ഷോപ്പ് ഓണാഘോഷത്തിന് ട്രെൻഡി ഫാഷൻ കളക്ഷൻസുമായി നിങ്ങളോടൊപ്പം. ക്രിസ്റ്റൽ ദി റിയൽ മെൻ ഷോപ്പ്, A+ അക്കാദമിക്ക് സമീപം, ചേലക്കര. നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ചേലക്കരയുടെ സ്വന്തം ഏതനിൽ നിന്നും. ചേലക്കര എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സിൽ നിന്നും നിങ്ങളുടെ വീടിനും കെട്ടിടങ്ങൾക്കും ആവശ്യമായ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഐറ്റംസുകൾ ലഭ്യമാണ്. കൂടാതെ ഗ്ലാസ് പോളിഷ് വർക്ക്, ഗ്ലാസ് കളറിംഗ് വർക്ക് എന്നിവ ചെയ്തു നൽകുന്നു. മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഫോൺ 9745663572 9846308646. ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചേലക്കരയിൽ ആദ്യമായി ഇതാ ഒരു കംപ്ലീറ്റ് ബ്യൂട്ടി പാർലർ. നിങ്ങളുടെ സൗന്ദര്യ സ്വപ്നങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി മോസ്റ്റ് മോഡേൺ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റുമായി ചേലക്കരയുടെ മണ്ണിൽ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ. മോസ്റ്റ് മോഡേൺ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, എക്സ്ക്ലൂസീവ് പ്രീ ബ്രൈഡൽ ആൻഡ് ബ്രൈഡൽ പാക്കേജസ്,
സ്പെഷ്യൽ ഹൈഡ്രാ ഫേഷ്യൽ, ബോഡി മസാജ്, ബോഡി സ്ക്രബിംഗ്, ബോഡി പോളിഷിംഗ്, വാക്സിംഗ്, മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ, മെഹന്തി തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ. ഒരു മേക്ക് ഓവർ ആഗ്രഹിക്കാത്തവരായ ആരുണ്ട്? ഇനി തൃശൂർ വരെ പോകേണ്ടതില്ല. നമ്മുടെ ചേലക്കരയിൽ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കൊപ്പം. ദി റോയൽ ബ്യൂട്ടി ലേഡീസ് ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, the complete beauty solution, opposite multi stores near Alukas ground, Chelakara. Phone 7907967510.